ഇന്ത്യയിൽ ജാതി സെൻസസും ജനസംഖ്യാ കണക്കെടുപ്പും വീണ്ടും ദേശീയ ചർച്ചയാകുന്ന സമയമാണിത്. എന്നാൽ ഇന്ത്യയിൽ ആദ്യത്തെ രാജ്യവ്യാപക സെൻസസ് നടന്നത് എപ്പോഴാണെന്നറിയാമോ? ഇന്ത്യക്കാരെ ജാതിയുടെയും മതത്തിൻ്റെയും കണക്കെടുപ്പുകളിലേക്ക് തള്ളിവിട്ടതിൻ്റെ ചരിത്രപരമായ തുടക്കം എവിടെ നിന്നാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ബ്രിട്ടീഷ് ഭരണകൂടം 1881 സംഘടിപ്പിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ജനസംഖ്യാ കണക്കെടുപ്പ് അല്ലെങ്കിൽ 1881 കൊളോണിയൽ സെൻസസ് ആയിരുന്നു ഇതിന് വഴിത്തിരിവായത്. കേവലം ജനങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തൽ എന്നതിലുപരി ഇന്ത്യൻ സമൂഹത്തെ വേർതിരിച്ച് ഭരിക്കാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച തന്ത്രപരമായ ആയുധമായിരുന്നു ഈ സെൻസസ്. 1881 ആ സെൻസസ് ഇന്ത്യൻ സാമൂഹിക ഘടനയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത് വെറും ജനസംഖ്യ കണക്കാക്കാനുള്ള ശ്രമമായിരുന്നു. എന്തുകൊണ്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത് സെൻസസ് ഇന്ത്യയെ രേഖപ്പെടുത്തുക മാത്രമല്ല ഇന്ത്യയെ പുനർനിർമ്മിക്കുകയും ചെയ്തു എന്ന്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് ഭരണകൂടം വലിയൊരു തിരിച്ചറിവിലെത്തി. ഇന്ത്യക്കാരുടെ വൈവിധ്യമാർന്ന സാമൂഹിക ഘടനയെയും ജാതി മത വിഭജനങ്ങളെയും കൃത്യമായി മനസ്സിലാക്കാതെ അവരെ ദീർഘകാലം ഭരിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ്. അങ്ങനെയാണ് 1881 WC പ്ലോഡൻ എന്ന സെൻസസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലുടനീളം ഒരേ സമയം സമ്പൂർണ്ണ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നത്. അന്നുവരെ അയഞ്ഞ രീതിയിൽ നിലനിന്നിരുന്ന ഇന്ത്യൻ സാമൂഹിക ബന്ധങ്ങളെ കൃത്യമായ ബോക്സുകളിലാക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ആളുകളുടെ ജാതി, മതം, തൊഴിൽ, ഭാഷ എന്നിവ കൃത്യമായി ചോദിച്ചറിഞ്ഞ് രേഖപ്പെടുത്താൻ തുടങ്ങിയതോടെ ഇന്ത്യക്കാരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രാഥമിക അടയാളമായി ജാതിയും മതവും മാറി. 1871-72 ചില പ്രദേശങ്ങളിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നിരുന്നെങ്കിലും 1881 ആദ്യമായി ഇന്ത്യയിലാകെ ഒരേ ദിവസം ഒരേ രീതിയിൽ ഒരേ ഭരണ സംവിധാനത്തിന് കീഴിൽ സെൻസസ് നടത്തിയത്. ബ്രിട്ടീഷ് ഇന്ത്യയും നിരവധി നാട്ടുരാജ്യങ്ങളും ഉൾപ്പെടെ കോടിക്കണക്കിന് ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു. ഇത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇന്ത്യയെ കണക്കുകളിലൂടെ നോക്കിക്കാണാൻ സാധിച്ച ആദ്യ വലിയ ശ്രമമായിരുന്നു. ബ്രിട്ടീഷുകാർ അന്ന് പറഞ്ഞത് ഭരണം മെച്ചപ്പെടുത്താനാണ് സെൻസസ് എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം അതിലും വിപുലമായിരുന്നു. അവർ അറിയാൻ ശ്രമിച്ചത് എത്ര ജനങ്ങൾ, ഏതൊക്കെ മതക്കാർ, ഏതൊക്കെ ജാതിക്കാർ, ഏതൊക്കെ തൊഴിലുകൾ, ഏതൊക്കെ ഭാഷകൾ, എത്ര ഭൂമി, എവിടെയാണ് കൂടുതൽ നികുതി ഈടാക്കാൻ കഴിയുക എന്നീ കാര്യങ്ങളായിരുന്നു. സെൻസസിൽ തങ്ങൾക്ക് ലഭിക്കുന്ന പദവി അഥവാ സ്ഥാനം വർദ്ധിപ്പിക്കാൻ വിവിധ സാമൂഹിക വിഭാഗങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹർജികളുമായി എത്തി. ജാതി ശ്രേണിയിൽ ഉയർന്ന സ്ഥാനം ലഭിക്കാൻ അവകാശവാദങ്ങൾ ഉയർന്നതോടെ സമുദായങ്ങൾ തമ്മിലുള്ള മത്സരവും കിടമത്സരവും രൂക്ഷമായി. ഒരു വ്യക്തി ഏത് ജാതിക്കാരനാണ് എന്നത് ഭരണകൂടത്തിൻ്റെ രേഖകളിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ടതോടെ ജാതി വ്യവസ്ഥ കൂടുതൽ കടുപ്പമുള്ളതും മാറാൻ സാധിക്കാത്തതുമായി മാറിയെന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കും. 1881 സെൻസസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ജാതികളെ പ്രത്യേകം രേഖപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. ഇന്ത്യയിൽ ആയിരക്കണക്കിന് പ്രാദേശിക ജാതികളും ഉപജാതികളും ഉണ്ടായിരുന്നു. പലതിനും വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകൾ. ഇവയെല്ലാം ഒരു ഏകീകൃത പട്ടികയിലേക്ക് കൊണ്ടുവരാൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. ഇതോടെ മുമ്പ് കൂടുതൽ ഇളവുള്ളതും പ്രാദേശികവുമായിരുന്ന പല സാമൂഹിക തിരിച്ചറിയലുകളും സർക്കാർ രേഖകളിൽ സ്ഥിരമായ വിഭാഗങ്ങളായി മാറാൻ തുടങ്ങി. പല ഗവേഷകരുടെയും അഭിപ്രായത്തിൽ സെൻസസ് സമൂഹത്തെ യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. പകരം സമൂഹത്തെ വർഗീകരിക്കുകയും നിർവചിക്കുകയുമാണ് ചെയ്തത്. ഉദാഹരണത്തിന്, ഒരു സമൂഹം ഏത് ജാതിയാണെന്നും സർക്കാർ തീരുമാനിക്കുന്നതോടെ ആ തിരിച്ചറിയൽ പിന്നീട് വിദ്യാഭ്യാസം, രാഷ്ട്രീയം, സാമൂഹിക സ്ഥാനം എന്നിവയിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. അതുകൊണ്ടാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത് ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയെ ഭരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയെ വർഗീകരിച്ചുവെന്ന്. ജാതി മാത്രമല്ല, മതപരമായ കണക്കെടുപ്പും ഇന്ത്യയിൽ വലിയൊരു പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്. രാജ്യത്തെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മറ്റു മതവിഭാഗങ്ങളുടെയും കൃത്യമായ ശതമാനം പുറത്തു വന്നതോടെ രാഷ്ട്രീയമായ ആശങ്കകളും അവകാശവാദങ്ങളും ഉയർന്നു. ന്യൂനപക്ഷം, ഭൂരിപക്ഷം എന്ന സങ്കല്പങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നത് ഈ കണക്കെടുപ്പിലൂടെയാണ്. ഭാവിയിൽ സംവരണം, തൊഴിൽ, രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവ നിശ്ചയിക്കാൻ ഈ ഡേറ്റ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചു. ബ്രിട്ടീഷുകാരുടെ വിഭജിച്ചു ഭരിക്കൽ നയത്തിന് ഏറ്റവും മികച്ച അടിത്തറയിട്ടത് 1881 ഈ സെൻസസ് ആണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇത് പിൽക്കാലത്ത് ഇന്ത്യയിൽ വർഗീയത വളർത്തുന്നതിനും 1947 വിഭജനത്തിലേക്ക് നയിച്ച ചിന്തകൾക്കും വഴിയൊരുക്കി.
1881 സെൻസസ് ഇന്നും ചരിത്ര ഗവേഷകർക്ക് അമൂല്യമായ രേഖയാണ്. അതിലൂടെ അറിയാൻ കഴിയുന്നത് അന്നത്തെ ജനസംഖ്യ, സാക്ഷരതയുടെ തോത്, ഗ്രാമ നഗര അനുപാതം, ഭാഷാ വിതരണം, തൊഴിൽ ഘടന, മതപരമായ വിതരണ രീതി എന്നിവയാണ്. ഭാരതത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ചരിത്രം പഠിക്കാൻ ഈ രേഖകൾ ഇന്നും പ്രധാന സ്രോതസ്സുകളിലൊന്നാണ്. 1941 വരെ ബ്രിട്ടീഷുകാർ ജാതി അധിഷ്ഠിത കണക്കെടുപ്പ് തുടർന്നു. എന്നാൽ 1947 സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ജാതി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ സ്വതന്ത്ര ഇന്ത്യ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഒഴികെയുള്ള ജാതി തിരിച്ചുള്ള വിവരശേഖരണം നിർത്തിവെക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് 140 വർഷങ്ങൾക്കിപ്പുറവും നാം വീണ്ടും ഒരു ജാതി സെൻസസ് വേണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് തീവ്രമായ ചർച്ചകളിലാണ്. ഇന്ന് ഇന്ത്യയിൽ ജാതി സെൻസസ്, സംവരണം, ജനസംഖ്യാ വിവരങ്ങൾ, സാമൂഹിക നീതി എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ 1881 ആരംഭിച്ച ആ ഭരണരീതിയുടെ ചരിത്രവും വീണ്ടും ചർച്ചയാവുകയാണ്. സങ്കീർണമായ ഒരു സമൂഹത്തെ മനസ്സിലാക്കാനും ഭരണ സൗകര്യത്തിനുമായി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഭരണ സംവിധാനം ഒടുവിൽ ഇന്ത്യക്കാരുടെ സ്വത്വ രാഷ്ട്രീയത്തെ തന്നെ നിർവചിക്കുന്ന ഒന്നായി മാറി. ഒരു ജനതയെ എണ്ണത്തിലൂടെ വർഗീകരിച്ച് വിഭജിക്കാൻ ഭരണകൂടത്തിന് എത്രത്തോളം സാധിക്കുമെന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് 1881 കൊളോണിയൽ സെൻസസ്.